മസിനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അത് വല്ലാത്തൊരനുഭവമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മസിനഗുഡി വഴിയുള്ള ഊട്ടി യാത്രയുടെ ട്രോളുകൾ. ഒരു വ്ളോഗർ മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറഞ്ഞ ആ വിവരണമാണ് വൈറലായത്. പിന്നീട് ഇതിൻ്റെ ചുവട് പിടിച്ച് ട്രോളുകളും വന്നു തുടങ്ങിയതോടെ സംഗതി അങ്ങ് കൊഴുത്തു. സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ട്രിപ്പ് പ്ലാനറായ അസ്ലാം OM എന്ന കണ്ണൂർക്കാരൻ്റേതാണ് വൈറലായ വീഡിയോ. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ എത്തിയ വീഡിയോ വൻ വൈറലായി മാറുകയായിരുന്നു. 37 ഹെയർ പിന്നുള്ള മസിനഗുഡി ചുരം കയറാൻ പോവുകയാണ്. അടിപൊളി ക്ലൈമറ്റാണ്. അടിപൊളി കാഴ്ചകൾ കണ്ട് നേരെ ഊട്ടിയിലേക്ക്. മസിനഗുഡി വഴി നേരെ ഊട്ടിയിലേക്കൊരു യാത്ര, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ഈ വാക്കുകളാണ് വൈറലായത്. ഈ വാക്കുകൾ വൈറലായതിന് പിന്നാലെ പലരും ഈ വഴി പോയതോടെയാണ് ഇത് ട്രെൻഡായത്. ചിലർക്ക് ഈ യാത്ര മികച്ച അനുഭവമായി മാറി, എന്നാൽ ചിലർക്ക് ഇത് വളരെ ബോറായി. ഇത്തരത്തിൽ സമ്മിശ്ര പ്രതികരണം വന്നതോടെ അതും വിവിധ ട്രോളുകളായി. അതിനൊപ്പം അവിടേക്ക് പോകാൻ കഴിയാത്തവർ ആനിമേഷനൊക്കെ ചെയ്ത് ഇടാൻ തുടങ്ങിയതോടെ മസിനഗുഡി വഴി ഊട്ടിക്ക് എന്ന സോഷ്യൽ മീഡിയ ഭരിക്കാൻ തുടങ്ങി. എന്നാൽ അസ്ലാം OMന് മുൻപ് ഒരു ദുൽഖർ സൽമാൻ ചിത്രത്തിൽ ഈ റൂട്ട് സംബന്ധിച്ച പരാമർശം ഉണ്ടെന്നാണ് പുതിയ കണ്ടെത്തൽ. സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ചെറിയ ക്ലിപ്പ് വൈറലാകുന്നുണ്ട്. സമീർ താഹിർ സംവിധാനം ചെയ്ത് 2016 പുറത്തിറങ്ങിയ കലി എന്ന ചിത്രമാണിത്. ദുൽഖർ സൽമാൻ, സായി പല്ലവി എന്നിവരാണ് നായികമാരായി എത്തിയത്. ചിത്രത്തിൽ സായി പല്ലവി അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് അഞ്ജലി എന്നാണ്. അഞ്ജലിയുടെ സ്വദേശമായി ചിത്രത്തിൽ പറയുന്നത് മസിനഗുഡിയാണ്. ഇതിൽ അഞ്ജലിയുടെ കഥാപാത്രം ദുൽഖർ സൽമാൻ്റെ സിദ്ധാർത്ഥ് എന്ന കഥാപാത്രത്തോട് പറയുന്ന ഡയലോഗാണ് വൈറലാകുന്നത്. നീ മസിനഗുഡി വഴി പോയിട്ടില്ലല്ലോ, അവിടുന്ന് ഊട്ടിയിലൊക്കെ കറങ്ങിയിട്ട് വരാം. ഈ യാത്രയിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങളാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. 2016 മാർച്ച് 26 കലി തിയേറ്ററുകളിലെത്തിയത്. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക്, യു ടോക്ക്.